പുതിയ ഒരു വീട് പണിയുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ഇൻറ്റീരിയർ ശ്രദ്ധിക്കാറുണ്ട്, അതേപോലെ തന്നെ നമ്മളുടെ വീടിൻ്റെ ഉള്ള ഫർണിച്ചറിൽ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഇനി താമസിക്കാൻ പോകുന്നൊരു വീട് അടുത്തൊരു 25 വർഷത്തേക്ക് നമ്മളുടെ ആ വീട്ടിൽ വേണ്ടുന്ന ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ സെറ്റ് ചെയ്യാറുണ്ടോ? എക്സ്പെഷ്യലി ഓട്ടോമേഷൻസ്. എന്താണ് ഓട്ടോമേഷൻ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഓട്ടോമേഷൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ വീട്ടിൽ ഇനി വരാൻ പോകുന്ന എല്ലാ ഇലക്ട്രോണിക്സ് ഡിവൈസസും AI ബേസ്ഡ് കണക്ട് ചെയ്യുന്ന ഡിവൈസസ് ആയിരിക്കും. സോ അത് സർവീസിന് വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ ബാക്കി അതിൻ്റെ ഫങ്ഷൻ ലെവലിലോ ഒക്കെ നമുക്ക് വർക്ക് ചെയ്യുന്നത് AI സപ്പോർട്ട് ചെയ്യണ ഇലക്ട്രോണിക് ഡിവൈസസും ഇലക്ട്രിക്കൽ ഡിവൈസസും ആയിരിക്കും. അവിടെ നമ്മൾ പണിയുന്ന ഒരു പുതിയ വീട്ടിൽ അടുത്തൊരു 25 വർഷത്തേക്ക് ആവശ്യമുള്ള ഓട്ടോമേഷൻ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ വീട്ടിൽ പണിതിട്ടില്ലെങ്കിൽ നമ്മൾ ഇതിന് ശേഷം നമുക്ക് AI ബേസ്ഡ് ആയിട്ടുള്ള പല ഡിവൈസസും നമ്മൾ മേടിക്കുമ്പോൾ, ലൈക്ക് ഇപ്പോൾ ഒരു TV ആയിരിക്കാം, ഫ്രിഡ്ജ് ആയിരിക്കട്ടെ, ഇതൊക്കെ നമുക്ക് AI സപ്പോർട്ട് ചെയ്യാനായിട്ട് ഫ്രിഡ്ജും AC ഒക്കെ ഇവിടെ വന്നു തുടങ്ങി. സോ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാതെ വരും. നിങ്ങളൊരു പുതിയ വീട് മനോഹരമായി പണിയുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമേഷൻ്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് അതും കൂടെ ഡിസൈൻ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് അടുത്തൊരു 25 വർഷത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു വീട് നിങ്ങൾക്ക് പണിയാൻ സാധിക്കും. കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.